അവരല്ലേ നമ്മളോട് പറഞ്ഞു കൊടുത്തത്, നമ്മുടെ പൂർവികരോട് പറഞ്ഞത് വിദ്യാർത്ഥികളെയെല്ലാം സ്കൂളിൽ വിടണമെന്ന്. 1950 ഇവിടെ 55% സാക്ഷരത ഉണ്ടായിരുന്നു കേരളത്തില്. സാമൂഹ്യ രംഗത്ത് പ്രവർത്തിച്ചവരോ നമ്മുടെ ആചാര്യന്മാരോ ദൈവതുല്യരോ നമ്മുടെ പൂർവികരോട് പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ലോകത്ത് ഒന്നാമതായിരുന്നു അന്ന്. പല രാജ്യങ്ങളിലും അത്രയും സാക്ഷരതയില്ലായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലും ഒന്നുമില്ലായിരുന്നു. ആ കാലഘട്ടത്തില് അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഗുരുദേവനെ പോലെയുള്ളവരാണ്. അതുകൊണ്ട് നമ്മുടെ വിദ്യാഭ്യാസം ഒരിക്കലും തകരില്ല, നമ്മുടെ നിലവാരം തകരില്ല. നമ്മുടെ രക്ഷിതാക്കൾക്കറിയാം എങ്ങനെ നമ്മുടെ കുട്ടികളുടെ നിലവാരം നിലനിർത്തണമെന്ന് അവർക്കറിയാം. അത് കാരണം ആചാര്യന്മാരിൽ നിന്ന് വന്ന ജ്ഞാനം നേടുവാനുള്ള ആ തൃഷ്ണ തന്നെയാണ്. അത് നമ്മുടെ രക്ഷിതാക്കള് ഇന്ന് നിലനിർത്തുകയാണ്. കഞ്ഞു കുടിക്കാൻ വകയില്ലെങ്കിലും അവനെ സ്കൂളിൽ വിടണം, അവളെ സ്കൂളിൽ വിടണം, നല്ല സ്കൂളിൽ വിടണം എന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നു. പിന്നെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ശുചിത്വമാണ്. ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ശുചിത്വത്തിന്റെ മഹത്വം ഇന്ന് ലോകം മനസ്സിലാക്കുകയാണ്. ആ വേസ്റ്റ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തെല്ലാമാണ് പറയുന്നത്. രോഗങ്ങൾ മുഴുവൻ വരുന്നത് മാലിന്യങ്ങളിൽ നിന്നാണ്. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞു കൊടുത്തു ഗുരുദേവൻ. മൂന്നാമതാണ് ഈശ്വരഭക്തി. ഒന്നാമത് വിദ്യാഭ്യാസം, രണ്ടാമത് ശുചിത്വം, മൂന്നാമത് ഈശ്വരഭക്തി. ഈശ്വരഭക്തി മൂന്നാമതാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും എല്ലാവർക്കും ഈശ്വരഭക്തി വേണം, ആത്മവിശ്വാസം വേണം. അതുപോലെ തന്നെ വിജയിക്കുവാനുള്ള ആത്മവിശ്വാസം വേണമെന്ന് അദ്ദേഹം പറഞ്ഞു കൊടുത്തു. നാലാമത്തത് സംഘടന. കേരളീയരോട് സംഘടനയുടെ കാര്യം പറയേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ആ സംഘടനയുടെ ഫലമായിട്ടല്ലേ ഇത്രയും മഹത്തായിട്ടുള്ളൊരു പ്രസ്ഥാനമായിട്ട് ഇത് വളർന്നത്. ശ്രീനാരായണ ഗുരുദേവന്റെ ആശയങ്ങളുടെ സന്ദേശവാഹകരായിട്ട് ഇവിടെ കോടിക്കണക്കിന് ജനങ്ങളുണ്ട് എങ്കിലോ ജാതിക്കും മതത്തിനും അതീതമായിട്ട് കോടിക്കണക്കിന് ജനങ്ങളുണ്ട് എങ്കിൽ അതിന്റെ അടിസ്ഥാനം ഈ സംഘടനയാണ്. പിന്നെ പറഞ്ഞത് കൃഷിയാണ്. അദ്ദേഹം പിന്നീട് പറയുകയുണ്ടായി, കൃഷിയാണ് ജീവരാശിയുടെ നട്ടല്. അതാ ഞാൻ പറഞ്ഞത്, എല്ലാ രാഷ്ട്രീയക്കാരും പഠിക്കേണ്ട കാര്യം ഇതെന്ന്. അദ്ദേഹം പിന്നെ പോയത് ജീവിതത്തിലേക്കാണ്. കൃഷി അതാണ് നമ്മുടെ ജീവിതത്തിന്റെ നെട്ടല് എന്ന് അദ്ദേഹം പറഞ്ഞു. പിന്നെ കച്ചവടം, അത് പറഞ്ഞത് വ്യവസായം കൊണ്ടല്ലാതെ ധനാഭിവൃദ്ധി ഉണ്ടാക്കുവാൻ സാധിക്കുന്നതല്ല. ഇതെല്ലാം രാഷ്ട്രീയക്കാർ പഠിക്കേണ്ടതല്ലേ. കൈത്തൊഴിൽ, നമ്മുടെ കരകൗശലം, അതുപോലെ തന്നെ MSME എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഓരോ നൂറ്റാണ്ടിന് മുമ്പ് എങ്ങനെയായിരിക്കും ലോകം മാറുവാൻ പോകുന്നതെന്ന് ഒരു നൂറ്റാണ്ടിന് മുമ്പ് ഗുരുദേവൻ മനസ്സിലാക്കി. പിന്നെയുള്ളത് സാങ്കേതിക പരിശീലനങ്ങള്. ഇന്നത്തെ നെറ്റും അതുമെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് സാങ്കേതിക വിദ്യയുടെ പുതുതായിട്ടുള്ള മുഖം അറിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു. ഇവിടെ രാഷ്ട്രീയക്കാരിപ്പുണ്ട്. ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയുടെ പ്രകടന പത്രിക നിങ്ങളെടുത്ത് വായിച്ചു നോക്കൂ. ഇതിന്റെ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ഉണ്ടോ? ഇതെല്ലാം എല്ലാവരും പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളാണ് രാഷ്ട്രീയ കക്ഷികളെല്ലാം പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയ പ്രവർത്തകരുടെ ആ പ്രവർത്തനത്തിനുള്ള മാർഗരേഖ ഈ ആധുനിക രാഷ്ട്രീയ പ്രവർത്തനം വരുന്നതിന് മുമ്പ് തന്നെ ഗുരുദേവൻ ഒരു നൂറ്റാണ്ട് മുമ്പ് തന്നെ നമുക്ക് പറഞ്ഞു തന്നു. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ആ ദൈവത്തിന്റെ പ്രതിപുരുഷൻ ആണ് അദ്ദേഹം. ദൈവത്തിന്റെ പ്രതിപുരുഷനാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. താൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. ശരീരം വെറും ജഡം,
എന്നത് പറഞ്ഞത് തീർച്ചയായിട്ടും എങ്ങനെയാണ് മനുഷ്യര് ദൈവതുല്യമാകുന്നത്? നല്ല മനുഷ്യരാണ് ദൈവതുല്യരാകുന്നത്. സ്നേഹിക്കുന്നവരാണ്, മറ്റുള്ളവരെ സ്നേഹിക്കുന്നവരാണ്, സമൂഹത്തെ സ്നേഹിക്കുന്നവരാണ് ദൈവതുല്യരായിട്ട് മാറിയിരിക്കുന്നത്. അങ്ങനെ ഗുരുദേവനും ദൈവതുല്യനായിട്ട് മാറി. അദ്ദേഹം പ്രതിപുരുഷൻ മാത്രമെന്ന് പറഞ്ഞത് ആ അർത്ഥത്തിൽ തന്നെയാണ്, അദ്ദേഹത്തിലുള്ള ദൈവാംശത്തെ തന്നെയാണ് അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഈ ലോകത്തുള്ള എല്ലാ ദൈവബിംബങ്ങളും അല്ലെങ്കിൽ ജീവിച്ചിരുന്നവർ ആരൊക്കെ ദൈവമായിട്ട് മാറിയിട്ടുണ്ടോ, ആരാധിക്കപ്പെടുന്നുണ്ടോ, അവരെല്ലാം അത് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിപുരുഷൻ മാത്രം, ദൈവത്തിന്റെ പ്രതിപുരുഷൻ എന്ന് പറഞ്ഞ ആ ഗുരുദേവൻ തീർച്ചയായിട്ടും അദ്ദേഹം വഴികാട്ടിയാണ്. പക്ഷെ ഇന്ന് വീണ്ടും ഗുരുദേവൻ